ഫിനാലെ വീക്ക് ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ടാസ്കുകളുടെ എല്ലാം ഒരു കമ്പൈലേഷൻ, അതിന്റെ ഒരു മാഷപ്പ് വീഡിയോ ഇപ്പോ ലൈവിനകത്ത് എല്ലാവരെയും ആക്ടിവിറ്റിയിൽ വിളിച്ചിരുന്ന് കാണിക്കുകയുണ്ടായി. അപ്പൊ അത് കണ്ടതിന് ശേഷം തൊട്ട് തുടങ്ങി അനുമോൾക്ക് ഭയങ്കര ആശങ്കയാണ്. എന്തിനാണ് ഇങ്ങനെ ആശങ്കപ്പെടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇങ്ങനെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ പേടിക്കുവാണ്. എന്തോ കാശ് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള ഭയമോ അല്ലെങ്കിൽ ഇനി ജയിക്കില്ല എന്നുള്ള ഭയമോ. പക്ഷെ പറയുന്നത് ഇതാണ്, എനിക്ക് 100 ദിവസം നിൽക്കണം എന്നുള്ളതാണ് ആഗ്രഹം എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഒരു ഭയവും ആക്രാന്തവും വ്യഗ്രതയും ഒക്കെ കാണിക്കുന്നു, ആരാണ് വിന്നർ എന്നറിയാൻ വേണ്ടി. സത്യമായിട്ട് എന്തിന്റെ സൂക്കേടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഇരുന്ന പ്രവീണിന്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നത് കേട്ടു. എന്താണ് PR-നെ വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു, എന്റെ കുടുംബത്തിലുള്ളവർ പറഞ്ഞിട്ടാണ് ഞാൻ വെച്ചതെന്നോ, നല്ല PR ആണെന്ന് പറഞ്ഞ് കൊടുത്തതാണെന്നോ, ആരുടെ വേണേലും എടുത്തോളാൻ ഞാൻ പറഞ്ഞായിരുന്നെന്നോ. ഇതെന്താണ് എടുക്കാൻ വേണ്ടി? ഇതെന്താണ്? അല്ല, ഒരർത്ഥത്തിൽ അനുമോള് പറഞ്ഞത് ശരിയാണ്. അവിടെയുള്ള 3-4 പേർ PR ഒറ്റ ഒരു മനുഷ്യനാണെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോ ഇങ്ങനെയുള്ള കഥകളൊക്കെ അവിടെ ഇരുന്ന് ലൈവിനകത്തിരുന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നാട്ടുകാർ കാണുന്നതാണെന്നുള്ളൊരു ബോധമില്ലേ? ഇങ്ങനെ ഇരുന്നങ്ങ് പച്ചക്കിരുന്നങ്ങ് പറയുകയാണ് ഓരോ കാര്യങ്ങളും. പ്രവീണിന്റെ അടുത്ത് അനീഷേട്ടൻ ജയിക്കുമോ, അനീഷേട്ടൻ ജയിക്കും, ആ ഒരു ആശങ്കയാണ് അനുമോള് പലരുടെ അടുത്തായിട്ടൊന്ന് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. ആദ്യം ലക്ഷ്മിയുടെ അടുത്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒനീലിന്റെ അടുത്ത്, ഇപ്പൊ പ്രവീണിന്റെ അടുത്ത്. അപ്പൊ ഇങ്ങനെ എന്തോ ഭയങ്കര ഒരു പേടി ഇങ്ങനെ മനസ്സില് കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു മാഷപ്പ് വീഡിയോ കണ്ടപ്പോഴാണല്ലോ അതിനകത്ത് അനീഷിനായിരിക്കണം കൂടുതൽ വെയിറ്റേജ് കൊടുത്തത്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആകെ പേടിച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അതോ ഇനിയും സന്തോഷമാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോ എനിക്ക് തോന്നുന്നത് പേടിയുണ്ടെന്നാണ് തോന്നുന്നത്. ഈ സംസാരിക്കുന്ന കേട്ട് 2-3 പേരുടെ അടുത്തൊക്കെ പോയിരുന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണ് കരുതേണ്ടത്? പേടിയുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തോ കാശ് നഷ്ടപ്പെട്ട ഒരു പേടിയോ അങ്ങനെ എന്തോ ഒരു പേടി ഇങ്ങനെ മനസ്സിൽ പെട്ടെന്ന് വന്നു. അതുകൊണ്ട് മാത്രമാണ് ഇരുന്ന് പലരുടെ അടുത്തായിട്ടിരുന്ന് ഇങ്ങനെ ഒരു കാര്യം ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ് വിജയിക്കുമോ, അനീഷേട്ടനാണോ, അനീഷേട്ടൻ എന്ന് പറഞ്ഞ് അങ്ങനെ ആ രീതിയിൽ നിൽക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ആക്രാന്തം കാണിക്കുന്നത്? 4 ദിവസം കൂടിയേ ഉള്ളൂ. ബിഗ് ബോസ് പറഞ്ഞ പോലെ 4 ദിവസം കഴിഞ്ഞ് അറിയും. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.